നമസ്കാരം. മീഡിയ 4 വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സന്ധ്യ രാധാകൃഷ്ണൻ. ആദ്യം നോക്കാം പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കടലാശ്ശേരി മാനവം സാംസ്കാരിക വേദി കുട്ടികൾക്കായി ഏകദിന പഠന വിനോദയാത്ര സംഘടിപ്പിച്ചു. വല്ലച്ചിറ പഞ്ചായത്ത് അംഗം TK ശങ്കരനാരായണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് തിരുവള്ളാട്ടിനോടനുബന്ധിച്ചുള്ള നൃത്ത സംഗീതോത്സവ വേദിയിൽ സാന്ത്വന സ്പർശം കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയ്ക്കുള്ള സഹായധനം ഫാദർ ഡേവിസ് ചിറമൽ ഏറ്റുവാങ്ങി. പാർലം ഗ്രാമപഞ്ചായത്തിൽ മുട്ടക്കോഴി വളർത്തൽ പദ്ധതിക്ക് തുടക്കം. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. വാർത്തകൾ വിശദമായി. കടലാശ്ശേരി മാനവം സാംസ്കാരിക വേദി കുട്ടികൾക്കായി ഏകദിന പഠന വിനോദയാത്ര സംഘടിപ്പിച്ചു. വല്ലച്ചിറ പഞ്ചായത്ത് അംഗം TK ശങ്കരനാരായണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. കാടും പ്രകൃതിയും കണ്ടറിയുന്നതിനു വേണ്ടി കോടനാട് ആനപരിപാലന കേന്ദ്രം, പാണിയേലിപ്പോര്, ഭൂതത്താൻകെട്ട് അണക്കെട്ട്, മംഗളവനം പക്ഷി സങ്കേതം എന്നിവിടങ്ങളിലേക്കാണ് കുട്ടികൾക്കായി യാത്ര സംഘടിപ്പിച്ചത്. 30-ലധികം കുട്ടികളും അവരുടെ രക്ഷിതാക്കളും യാത്രയിൽ പങ്കുചേർന്നു. C. വിജയൻ, വിൽസൺ പുതുക്കാട്, മറ്റു ട്രസ്റ്റ് അംഗങ്ങൾ എന്നിവർ നേതൃത്വം നൽകി. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് തിരുവള്ളാട്ടിനോടനുബന്ധിച്ചുള്ള നൃത്ത സംഗീതോത്സവ വേദിയിൽ കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാനും ആക്ട്സ് ആംബുലൻസ് സേവന സ്ഥാപകനുമായ ഫാദർ ഡേവിസ് ചിറമൽ എത്തി. കാനാടിക്കാവ് വിഷ്ണുമായ ക്ഷേത്രം മഠാധിപതി ഡോക്ടർ KK വിഷ്ണു ഭാരതി സ്വാമി ഫാദറിനെ പൊന്നാട അണിയിച്ച് സ്വീകരിച്ചു. കാനാടിക്കാവ് ചാരിറ്റബിൾ ട്രസ്റ്റിൽ നിന്ന് സാന്ത്വന സഹായമായി കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയ്ക്ക് അനുവദിച്ച 1 ലക്ഷം രൂപയുടെ ചെക്ക് മഠാധിപതി ഡോക്ടർ KK വിഷ്ണു ഭാരതീയ സ്വാമികൾ ഫാദർ ഡേവിസ് ചിറമേലിനു കൈമാറി. ചടങ്ങിൽ ട്രസ്റ്റ് മെമ്പർമാരായ സൈലേഷ് കാനാടി, സൈജു കാനാടി, ശ്രീകൃഷ്ണൻ കാനാടി, കൃഷ്ണരാജു കാനാടി, ആക്സ് തൃപ്രയാർ ബ്രാഞ്ച് പ്രസിഡന്റ് P. വിനു, സെക്രട്ടറി സന്തോഷ് മടക്കായി, താന്നി പഞ്ചായത്ത് അംഗങ്ങളായ ജോയ്, സിജു പുലിക്കോട്ടിൽ, ആന്റോ തൊറയൻ എന്നിവർ പങ്കെടുത്തു. ഈ ലോകത്തിലെ ദൈവം മനുഷ്യനെ സൃഷ്ടിച്ചിട്ട് സന്തോഷിക്കുകയാണ് ചെയ്തത്. മനുഷ്യരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ മൂല്യം, മനുഷ്യരാണ് ഈ ലോകത്തിലെ ഏറ്റവും വലിയ സമ്പത്ത്. നമ്മൾ ഈ കാണുന്നതെല്ലാം ദൈവം മനുഷ്യനെ കൊണ്ടാണ് സൃഷ്ടിച്ചിട്ടുള്ളത്. ഇതൊക്കെ തന്നെ ഉണ്ടായതല്ല, ഇതെല്ലാം ദൈവം മനുഷ്യനെ കൊണ്ട് സൃഷ്ടികർമ്മം ചെയ്യുകയാണ്. ഇത്ര മനോഹരമായ ഈ അന്തരീക്ഷത്തിൽ നമ്മളിരിക്കുമ്പോൾ എത്രയോ മനുഷ്യരുടെ അധ്വാനമാണ് നമ്മൾ ചുറ്റും. ഈ ലോകം ഒരു സ്വർഗീയ സ്ഥലമാണ്. മനുഷ്യനെ വ്യത്യസ്തനാക്കാൻ പാടില്ല, കാരണം മനുഷ്യനാണ് പ്രധാനപ്പെട്ടത്. പാർലം ഗ്രാമപഞ്ചായത്തിൽ മുട്ടക്കോഴി വളർത്തൽ പദ്ധതിക്ക് തുടക്കം. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. 266 ഗുണഭോക്താക്കൾക്കാണ് പദ്ധതിയുടെ ഭാഗമായി മുട്ടക്കോഴികളെ വിതരണം ചെയ്തത്. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ആശ മാത്യൂസ് അധ്യക്ഷത വഹിച്ചു. സ്ഥിരം സമിതി അധ്യക്ഷൻ ജെയിംസ് P. പോൾ, പഞ്ചായത്ത് അംഗങ്ങളായ PK ലിജീവ്, ജൂബി മാത്യു, വെറ്റിനറി സർജൻ ഡോക്ടർ ഡോസൻ എന്നിവർ സംസാരിച്ചു. പഴുവിൽ പുത്തൻതോട്ടിൽ ഇഞ്ചൻ തറയ്ക്ക് സമീപം വയോധികനെ മരിച്ച നിലയിൽ കണ്ടെത്തി. പഴുവിൽ ബാലു സലാം മദ്രസ പരിസരത്ത് താമസിക്കുന്ന മച്ചിങ്ങൽ ശങ്കരൻകുട്ടിയാണ് മരിച്ചത്. ഇദ്ദേഹത്തെ കഴിഞ്ഞ ദിവസം മുതൽ കാണാതായിരുന്നു. പഴയ പ്ലാസ്റ്റിക് കുപ്പികൾ എന്നിവ ശേഖരിച്ച് വിൽപ്പന നടത്തുകയായിരുന്നു ഇദ്ദേഹം. പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തി മേൽ നടപടികൾ സ്വീകരിച്ചു. ജപ്പാൻ കരാട്ടെ അസോസിയേഷൻ കേരള ട്രെയിനിംഗ് ക്യാമ്പും ബ്ലാക്ക് ബെൽറ്റ് എക്സാമും നടന്നു. JKAWF ഇന്ത്യ ചെയർമാൻ സെൻസായ് സോമനാഥ് പാൽ ചൌധരി ഉദ്ഘാടനം ചെയ്തു.
തൃപ്രയാർ TSGA ഇൻഡോർ സ്റ്റേഡിയത്തിൽ നടന്ന പരിപാടിയിൽ അക്കാദമി ഓഫ് JKA കരാട്ടെ കേരള ചീഫ് ഇൻസ്ട്രക്ടർ സെൻസായ് ജിബിൻലാൽ അധ്യക്ഷത വഹിച്ചു. JKA ഇൻസ്ട്രക്ടറും 2024 JKA വേൾഡ് കരാത്തെ കുമിത്തെ സിൽവർ മെഡലിസ്റ്റും കൂടിയായ ജപ്പാൻ മാസ്റ്റർ ആയ ടാറ്റ്സുറോ ഇഗറാഷി സെൻസായ് ക്യാമ്പിന് നേതൃത്വം നൽകി. സെൻസായ് സുഖാസൻ, സെൻസായ് സണ്ണി, ശ്രീനാരായണൻ, ബിജു മറിയം, സനിൽ, രവീഷ്, സജീവൻ തുടങ്ങിയവർ സംസാരിച്ചു. അക്കാദമി ഓഫ് JKA കരാട്ടയുടെ ജനറൽ സെക്രട്ടറി സെൻസായ് ലിജോ ടി ജോബ് സംസാരിച്ചു. വിവിധ ജില്ലകളിൽ നിന്നായി 200-ലധികം കുട്ടികൾ ക്യാമ്പിൽ പങ്കെടുത്തു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് ശ്രീ വിഷ്ണുമായ കുട്ടിച്ചാത്തൻ സ്വാമിയുടെ തിറവെള്ളാട്ട് മഹോത്സവത്തിന്റെ ഭാഗമായി നടക്കുന്ന നൃത്ത സംഗീതോത്സവം 6ാം ദിനം പിന്നിട്ടു. നൃത്യ സംഗീത വിദ്യാലയം, തൃപ്രയാർ ശിവരഞ്ജനി കലാക്ഷേത്ര ഇരിങ്ങാലക്കുട, തൃശൂർ ചിന്മയ മിഷൻ, ശ്രീഹരി, അഭിനവ് അരുമ്പൂർ, പ്രസാദ് ഗുരുവായൂർ എന്നിവിടങ്ങളിലെ കലാകാരന്മാരുടെ സംഗീതാർച്ചനയും തൃപ്രയാർ അഷ്ടപതിയുടെ തിരുവാതിരക്കളിയും അരങ്ങേറി. തിരുവനന്തപുരത്ത് നടന്ന 66ാമത് സംസ്ഥാനതല കളരിപ്പയറ്റ് ചാമ്പ്യൻഷിപ്പിൽ ചവിട്ടിപ്പൊങ്ങൽ വിഭാഗത്തിൽ മികച്ച പ്രകടനം കാഴ്ചവെച്ച് 1ാം സ്ഥാനം കരസ്ഥമാക്കിയ ശ്രീഭദ്ര കിരണിനെ കോൺഗ്രസ് താന്യം 6ാം വാർഡ് ബൂത്ത് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ അനുമോദിച്ചു. DCC മുൻ പ്രസിഡന്റ് ജോസ് വള്ളൂർ അനുമോദന സദസ്സ് ഉദ്ഘാടനം ചെയ്തു. ഏറെ അഭിമാനവും അതിലേറെ സന്തോഷകരവുമായ ഒരു ചെറിയ മുഹൂർത്തത്തിലാണ് നമ്മൾ എല്ലാവരും ഒത്തുകൂടിയിട്ടുള്ളത്. 66ാം സംസ്ഥാനതലത്തിലെ കളരിപ്പയറ്റ് മത്സരത്തിൽ ഹൈ കിക്കിൽ 1ാം സ്ഥാനം നേടി നമ്മുടെ പ്രിയപ്പെട്ട കൊച്ചുമിടുക്കി 9ാം ക്ലാസ്സിൽ പഠിക്കുന്ന ശ്രീഭദ്ര നമുക്കൊക്കെ അഭിമാന താരമായി ഉയർന്നിരിക്കുകയാണ്. കായിക രംഗത്തും കലാകായിക മേഖലകളൊക്കെ തന്നെ പുതിയ താരങ്ങളെ വളർത്തിയെടുക്കാനുള്ള വലിയ ശ്രമമാണ് നമ്മളെല്ലാവരും നടത്തേണ്ടത്. ചെറിയ പ്രായത്തിൽ തന്നെ വലിയ ഉയരങ്ങൾ കീഴടക്കാൻ കഴിയുന്ന മനസ്സ് നമ്മുടെ മക്കൾക്കുണ്ടാവുകയും അതിനനുസരിച്ച് അവരെ വളർത്തി വലുതാക്കിയെടുക്കുകയും ചെയ്യുക എന്നുള്ളതാണ് സമൂഹത്തിൻ്റെ നമ്മൾ ഓരോരുത്തരുടെയും കടമ. പ്രിയപ്പെട്ട കൊച്ചുമിടുക്കി ശ്രീഭദ്ര 9ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ തന്നെ ഇത്ര വലിയ രീതിയിലേക്ക് ഉയർന്നു എന്നുള്ളത് ഈ നാടിനെ സംബന്ധിച്ചും നമ്മൾ ഓരോരുത്തരെ സംബന്ധിച്ചും ഏറെ ആഹ്ലാദകരവും സന്തോഷകരവുമായ അഭിമാനകരവുമായ വസ്തുതയാണ്. ബൂത്ത് പ്രസിഡന്റ് വിനോഷ് വടക്കേടത്ത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് MK ചന്ദ്രൻ, ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് ആന്റോ തൊറയൻ, കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി MB സജീവ്, കോൺഗ്രസ് ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് രാമൻ നമ്പൂതിരി, ശിവജി കൈപ്പിള്ളി, സലീഷ് കരിപ്പാറ, ഷിബിത സലീഷ് എന്നിവർ സംസാരിച്ചു. രാജീവ് തൊടുപറമ്പിൽ, VK തിലകൻ, തോമസ് എന്നിവർ നേതൃത്വം നൽകി.
ചേറ്റുവ 1-ാം വാർഡിനോട് പഞ്ചായത്ത് ഭരണസമിതി അവഗണന കാട്ടുകയാണെന്ന് ആരോപിച്ച് കോൺഗ്രസ് ചേങ്ങണ്ടിയൂർ 1-ാം വാർഡ് കമ്മിറ്റി പ്രതിഷേധിച്ചു. പ്രകടനവും പ്രതിഷേധ കൂട്ടായ്മയും ബ്ലോക്ക് കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് നൌഷാദ് കൊട്ടിലിങ്ങൽ ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കോൺഗ്രസ് വൈസ് പ്രസിഡന്റ് KPR പ്രദീപ് അധ്യക്ഷത വഹിച്ചു. DCC മെമ്പർ ഇർഷാദ് K ചേറ്റുവ മുഖ്യപ്രഭാഷണം നടത്തി. ബ്ലോക്ക് കോൺഗ്രസ് ഭാരവാഹികളായ ഘോഷ് തുഷാര, ES ഹുസൈർ, പഞ്ചായത്ത് അംഗം ചെമ്പൻ ബാബു, വാർഡ് പ്രസിഡന്റ് CK ഷാഹുൽ ഹമീദ്, MK നാസർ, വർഷ സുരേഷ്, ലത്തീഫ് കെട്ടുമൽ, KPR സതീശൻ, KA മുഹമ്മദ് റഷീദ് എന്നിവർ സംസാരിച്ചു. കാലാകാലങ്ങളായി ഉപയോഗിക്കുന്ന വഴി സ്വകാര്യ വ്യക്തി ഉപയോഗിക്കാൻ സമ്മതിക്കുന്നില്ലെന്ന് പരാതി നൽകിയതോടെ ഭീഷണി ഉയർത്തുന്നതായും പരാതിക്കാർ നാട്ടികയിൽ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. നാട്ടിക ചേർക്കര സ്വദേശികളായ നെല്ലിപ്പറമ്പത്ത് രഘു, ഭാര്യ അതുല്യ, നെല്ലിപ്പറമ്പത്ത് മണികണ്ഠൻ, താഴത്തുങ്കാട്ടിൽ TK സോമൻ, മതിലകത്ത് നബീസ സത്താർ എന്നിവരാണ് പരാതിയുമായി രംഗത്തെത്തിയത്. വിവിധയിടങ്ങളിൽ പരാതി നൽകിയിട്ടും ഉന്നത പോലീസ് ബന്ധം ഉൾപ്പെടെ പറഞ്ഞ് ഭീഷണിപ്പെടുത്തുന്നുവെന്നാണ് പരാതി. ഇപ്പോൾ പരാതിക്കാരായ രഘുവിന്റെയും മണികണ്ഠന്റെയും അമ്മയുടെ പേരിൽ വൈദ്യുതി കണക്ഷന് അപേക്ഷിച്ചത് വ്യാജ പരാതി നൽകി മുടക്കാൻ ശ്രമിക്കുകയാണെന്നും ഇവർ വാർത്താസമ്മേളനത്തിൽ ആരോപിച്ചു. കാലങ്ങളായി ഞങ്ങൾ ഉപയോഗിച്ചുകൊണ്ടിരുന്ന വഴി പെട്ടെന്നൊരു ദിവസം ഗേറ്റ് കൊണ്ടുവന്ന് കുഴി കുഴിച്ച് ഗേറ്റ് വയ്ക്കാൻ നോക്കിയപ്പോൾ അത് ഞങ്ങൾ എല്ലാവരും കൂടി തടഞ്ഞു. അതിനെ തുടർന്ന് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കലും DYSPയുടെ ഓഫീസിൽ നിന്ന് അന്വേഷണത്തിൻ്റെ ഭാഗമെന്ന് പറഞ്ഞ് പോലീസ് മൊഴിയെടുക്കലും തുടർന്ന് 20/12/2024 സർക്കിൾ ഓഫീസിൽ നിന്ന് വീട്ടിൽ വന്ന് സ്റ്റേഷനിലേക്ക് ചെല്ലാൻ പറയുകയും അവിടെ ചെന്നപ്പോൾ പോലീസ് പറഞ്ഞത് മതിൽ കെട്ടാനും ഗേറ്റ് വയ്ക്കാനും സ്ഥലത്തിൻ്റെ ഉടമയ്ക്ക് അവകാശമുണ്ടെന്നാണ്. ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് തെക്കിനിയത്ത് ജ്വല്ലേഴ്സ്, ആര്യരത്ന ആർക്കേഡ് ജംഗ്ഷൻ, തൈക്കാട്ടുശ്ശേരി. സ്വർണം ഗ്രാമിന് 7,215 രൂപ, പവന് 57,720 രൂപ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. പ്രധാന വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് ലക്ഷ്മി ഗോൾഡ്, ഉങ്ങിച്ചോട്, ചെറുശ്ശേരി. ഫോൺ 9539080053. കടലാശ്ശേരി മാനവം സാംസ്കാരിക വേദി കുട്ടികൾക്കായി ഏകദിന പഠന വിനോദയാത്ര സംഘടിപ്പിച്ചു. വല്ലച്ചിറ പഞ്ചായത്ത് അംഗം TK ശങ്കരനാരായണൻ ഫ്ളാഗ് ഓഫ് ചെയ്തു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് തിരുവള്ളാട്ടിനോടനുബന്ധിച്ചുള്ള നൃത്ത സംഗീതോത്സവ വേദിയിൽ സാന്ത്വന സ്പർശം കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യയ്ക്കുള്ള സഹായധനം ഫാദർ ഡേവിസ് ചിറമൽ ഏറ്റുവാങ്ങി. പാർലം ഗ്രാമപഞ്ചായത്തിൽ മുട്ടക്കോഴി വളർത്തൽ പദ്ധതിക്ക് തുടക്കം. പഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിനയൻ ഉദ്ഘാടനം ചെയ്തു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ തീരുന്നു. നമസ്കാരം.